ഞങ്ങൾ ഇന്ന് പുറത്തു പോയാണ് ഭക്ഷണം കഴിക്കുന്നത്. എൻ്റെ ഇളയ മകളുമുണ്ട്, മകനുമുണ്ട്. നിങ്ങൾ കണ്ടോളണം കേട്ടാ. സന്തോഷമായി. നിങ്ങൾ വിചാരിച്ച മാതിരി തന്നെ നമുക്കൊരു ഇളയ മകളെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. നിങ്ങളെല്ലാവരും പറയുമല്ല, ബെനീഷ കെട്ടിക്കളില്ലേ. ഇപ്പം ദൈവം അനുവദിച്ചത് ഇപ്പോഴാണ്. കണ്ടോ കേട്ടോ. ഞങ്ങളിപ്പോൾ എന്നത് ഹോട്ടലിലേക്കാണ് കേട്ടാ. അമ്മച്ചിക്ക് എന്താ സന്തോഷം. എൻ്റെ വെച്ചേ മീനാണെങ്കിൽ മണമായിരിക്കും, ബീഫാ ചിക്കനാ കഴിച്ചാൽ മതി. അമ്മച്ചിക്ക് ചോറാണ് അമ്മച്ചി വേണ്ട, ചോറ് കഴിച്ചാൽ മതിയാ. നിനക്ക് ഇഷ്ടമുള്ള മേടിച്ചോ. മീൻ വീട്ടിൽ ഇരിപ്പുണ്ടല്ലോ. അപ്പൊ എന്ത് വേണം? ചോറ് വേണോ ബിരിയാണി വേണോ? നിനക്ക് ഇഷ്ടമുള്ളത് ആർക്കും നിനക്ക് ഇഷ്ടമുള്ളത്. അമ്മച്ചിയുടെ ഇഷ്ടം പറ, അമ്മച്ചിയുടെ ഇഷ്ടത്തിന് വേണ്ടിയാ പോണത്. അമ്മച്ചിക്ക് മീൻ വേണ്ട, മീൻ വേണ്ട, ചിക്കനോ ബീഫോ അല്ലേ? ചിക്കനോ ബീഫോ? ചിക്കനോ ബീഫോ എന്തെങ്കിലും മേടിച്ചാൽ മതി. കല്യാണം എങ്ങനെ ഉണ്ടായി അമ്മച്ചി? കല്യാണം നല്ല ഭംഗിയുള്ള കല്യാണമായിരുന്നു. എല്ലാവരും വളരെ നന്നായിട്ടുണ്ടെന്ന് പറയുകയും ചെയ്ത്. ഞാൻ പറഞ്ഞു അത് ഞങ്ങളുടെ കഴിവല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം കൃപയുമാണത്. ഞാൻ ഭൂമിയിലെ എല്ലാ മനുഷ്യരെയും വിളിച്ച് സ്വർഗവാസികളും മാതാവും ഔഷപിതാവും എല്ലാവരും വരണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വരികയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ദൈവത്തിൻ്റെ അനുഗ്രഹം തരണേ, വീണ്ടും തരണേമെന്ന് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. ശരി, നിർത്തിയായിട്ട്. എങ്ങനെയുണ്ടായി നമ്മുടെ കല്യാണം? നമ്മുടെ കല്യാണം എനിക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല. എനിക്ക് ഒന്നും മനസ്സിലായില്ല. ഭയങ്കര തിരക്കായി പോയല്ലേ? അതെ അതെ. ഓൺലൈൻ മീഡിയയും പിന്നെ ഭയങ്കര ക്രൗഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളുടെ കസിനെ തന്നെ ഞങ്ങൾക്ക് ഒരു കാര്യം പറയുകയാണെങ്കിൽ അന്നാണല്ലോ ഇവിടെ ഒരു മണാളും മണ്ണാട്ടും വിശന്നത്. ഞാനും വിശന്നത് അന്നാണ്. ഞങ്ങള് രാവിലെ വീട്ടിൽ നിന്ന് ചെറിയ ഫുഡ് കഴിച്ചാൽ ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് വൈകുന്നേരം അവിടെ നല്ല കല്യാണം 4 മണിക്ക്. അപ്പൊ മേക്കപ്പ് ഒക്കെ ഇട്ടപ്പോഴും ഭക്ഷണം കഴിച്ചില്ല. പിന്നെ കെട്ടിന്റെ സമയത്തും ഭക്ഷണം കഴിച്ചില്ല. കെട്ട് കഴിഞ്ഞപ്പോ എന്താ ജ്യൂസ് മാത്രം കുടിച്ച്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നപ്പോഴാന്ന് അറിയാമോ, ഒരു 12:30 മണിയായിട്ടുണ്ടാവും കഴിച്ചു. അത് ഉച്ചക്കല്ലട്ടാ, രാത്രി. അത്രയും വിശന്നിങ്ങനെ ഇരുന്ന് സമയം കിട്ടാഞ്ഞിട്ടാണ് കേട്ടാ. കൂടാതെ ഞങ്ങളാരും ക്ഷണിച്ചുമില്ല. അല്ലെങ്കിൽ അങ്ങ് ഇത്രയെങ്കിലും കഴിച്ചാന്. അങ്ങനെ ക്ഷണിക്കാനാ കൂടുതൽ ആൾക്കാർ ആരും കഴിച്ചിട്ടില്ല കേട്ടാ. നമ്മളെല്ലാം ആൾക്കാരെ ക്ഷണിക്കേണ്ടത്. അല്ല, നമ്മളാണെങ്കിൽ നമ്മ സ്റ്റേജില് മണാട്ട് എന്നൊക്കെ വിചാരിക്കണ്ടേ. കരിക്കൊക്കെ കിട്ടി നമുക്ക് അല്ലേ? ഒരു ജ്യൂസ് കരിക്ക് കൊണ്ടുവന്നില്ലേ? 10 കരിക്ക് വാങ്ങിച്ചിട്ടില്ലായിരുന്നാ? 10 മേടിച്ച്. പക്ഷെ അതിനകത്ത് ഒരു 5-6 കിട്ടുള്ളൂ. ബാക്കി ആരണ്ടൊക്കെ പൊട്ടിച്ചുകൊണ്ടുപോയി. എടുത്തേന്നറിയാൻ പാടില്ല. ഞങ്ങൾ ബാക്കിലെ വെച്ചപ്പോ അതിന്നരണ്ടൊക്കെ നൈസായിട്ട് എടുത്തത് ഇത് അടിച്ചു മാറ്റി. എനിക്ക് ബെനീഷിൻ്റെ ഒരു സുരേഷിൻ്റെ ഒരു നോട്ടമുണ്ട്. അമ്മച്ചിക്ക് എന്ത് വേണം ആരോ വീട്ടിൽ എന്നിറങ്ങിയപ്പോൾ പറഞ്ഞിട്ട് അമ്മച്ചിനെ അന്വേഷിക്കണം, അമ്മച്ചി ഭക്ഷണമൊക്കെ കൊടുക്കണം. പിന്നെ നൈസായിട്ട് എന്തോ ഒരു ചെറുതരം ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടായിട്ടാ. ചിക്കൻ ഫ്രൈ അല്ലേ? ചിക്കൻ ഫ്രൈ. അപ്പോൾ ഞാൻ എൻ്റെ 2 കുട്ടികൾക്ക് അതെടുത്ത് കൊടുത്ത് ഞാനും കഴിച്ച്. അതുകൊണ്ട് ഇത്തിരി ജീവൻ നിലനിന്നട്ടെ. അമ്മച്ചിനെ കാണാനായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായി. ഒത്തിരി പേര് കാണാൻ പറ്റിയില്ല. എല്ലാവരും കണ്ട്. എല്ലാവരും അകത്തൊക്കെ അമ്മച്ചി നോക്കിയിരുന്നേ. ഞാൻ ഇറങ്ങിയിരുന്നാലേ കാലിന് ഇത്തിരി ശക്തിക്കുറവുണ്ട്. ഭയങ്കര തിരക്കാണ്. അമ്മച്ചിനെ ഇറക്കി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവൂല. കല്യാണത്തിന് തന്നെ തിരക്കായിരുന്നു. അമ്മച്ചി അപ്പൊ ഒറ്റക്ക് പോയാൽ ശരിയാവൂല. അത് തന്നെ ബെനീഷ് അമ്മച്ചിനെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ തിരക്കിൽ കൂടി നടക്കാൻ പറ്റണ്ടേ. പിന്നെ അവരുണ്ടായവരൊക്കെ കൂടി കുന്തി സ്റ്റേജിലായിട്ട് പെണ്ണിൻ്റെക്കനും നമ്മുടെ ഇതിലെ റിസപ്ഷൻ വന്നപ്പോ അല്ലേ അതിലൊക്കെ എല്ലാവരും ഡാൻസും കാര്യങ്ങളൊക്കെ അമ്മച്ചി കാലിട്ട് ചവിട്ടി അറിയൂല. ചവിട്ടൊക്കെ ഉണ്ടായി. എല്ലാവരും അതിനോടൊപ്പം ബുദ്ധിമുട്ട്. താരക്ക് എന്താ പറയാനുള്ള? എനിക്ക് പറയാനുള്ള നമ്മുടെ കല്യാണമാണെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ ഏതോ ലോകത്ത് നിൽക്കുന്ന പോലെ തോന്നിയത്. എന്തോ ഒരു അല്ലേ വലിയ ഹോളിവുഡിലൊക്കെ എന്നെ പോലെ മാറ്റി നിർത്തി. ആര് നിർത്തി? ആൾക്കാരൊക്കെ തള്ളി മാറ്റി. എന്നാലും അടിപൊളിയായിരുന്നില്ലേ? എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സ്റ്റേജിൽ നിന്ന് കഴിഞ്ഞാൽ ഓഡിയൻസിനെ ആരെയും കാണാൻ പറ്റൂല, ആരാണ് എന്താന്ന് പോലും മനസ്സിലാവില്ല ലൈറ്റ് കൊണ്ട്. ഒരുപാട് പേർക്ക് പരാതിയാണ് സ്റ്റേജിൽ കയറാൻ പറ്റിയില്ല, നമുക്ക് വിഷ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങളുടെ കസിൻസിനെ തന്നെ കയറ്റാൻ പറ്റിയില്ല. താരയുടെ വീട്ടിൽ നിന്ന് ആരെയും തന്നെ കയറ്റാൻ പറ്റിയില്ലല്ലേ? ആരെയും കാണാൻ പറ്റിയില്ല. ആരാണ് വന്നത് എന്താണെന്ന് പറയുന്നതെന്ന് ഒന്നും മനസ്സിലാവില്ല. ഞാൻ സമയത്ത് എല്ലാവരും വന്ന് നിന്ന് വിഷമിച്ച് പോയി. എന്നാൽ ഇന്ന് മലയാളമായിട്ട് നേരിട്ട് ഒരു സ്റ്റേജിൽ കയറിയിട്ട് കാണാൻ കൂടി പറ്റുന്നില്ല. ഈ അനുഗ്രഹത്തിന് ദൈവത്തിന് എത്ര ശ്രദ്ധിച്ചാലും മതി വരില്ല. എന്നാലും എല്ലാം നല്ലതായിരുന്നു അല്ലേ അമ്മച്ചി? എല്ലാം നല്ല അനുഗ്രഹം. പിന്നെ എടുത്തു പറയേണ്ടത് താരയുടെ വീട്ടിൽ നിന്ന് വന്നിട്ട് കസിൻസ് ഒക്കെ എല്ലാം കൂടി കളിച്ചിട്ട് ഡാൻസ്, പൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ. അതൊന്നും പറയാനില്ല. നമ്മുടെ കല്യാണത്തിന് ഏറ്റവും അടിപൊളി ഒരു കലാപരിപാടി ഉണ്ടായ അതാണ്.
അത് എത്ര നാളും കൂടെ പഠിച്ചതാരേ അവര്? അവര് കല്യാണം ഡേറ്റ് ഫിക്സ് ചെയ്ത് അന്ന് മുതൽ പഠിക്കാൻ തുടങ്ങിയത്. എല്ലാരും നല്ല ഡാൻസേഴ്സ് ആണ്. ചെറിയ കൊച്ചു തുടങ്ങി, ആ പൊന്നൂസ് എന്ന് പറഞ്ഞ കൊച്ചു തുടങ്ങി ഭയങ്കര ഡാൻസ്. പൊന്നൂസിൻ്റെ ഡാൻസൊക്കെ വളരെ ഭംഗിയായിരുന്നു കേട്ടോ. എങ്കിലും ഈ നിങ്ങളുടെ തിരക്കുകളെല്ലാം ഉപേക്ഷിച്ച് എൻ്റെ മകൻ്റെയും താരയുടെയും വിവാഹാന്തസ്സിലേക്ക് വന്ന എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്ത് നന്ദി പറയുന്നു. കലാപരിപാടി നന്ദി പറയാനായിട്ട്. അപ്പൊ നമുക്ക് അധികം ബോറടിപ്പിക്കണ്ട, നമുക്ക് ഹോട്ടലിൽ തേടി ഇറങ്ങാം. ഇന്ന് ശരിക്കും ഞങ്ങൾ ഇന്ന ഹോട്ടലിലാണ് പോണെന്ന് തീരുമാനിച്ചിട്ടില്ല കേട്ടാ. നമ്മൾ ഹോട്ടലിൽ കണ്ടെത്തണം ഇന്ന്. അപ്പൊ എനിക്ക് ഊണ് കഴിക്കാൻ ഇഷ്ടം. അമ്മച്ചിക്ക് എന്താ? എൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടം, താരയുടെ ഇഷ്ടം എൻ്റെ ഇഷ്ടം, അമ്മച്ചിയുടെ ചേട്ടൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടം. അപ്പൊ ഊണ് കഴിക്കാനുള്ള സ്ഥലം എറണാകുളത്ത് നോക്കി നടന്ന് നമ്മൾ ഒരു സ്ഥലം കണ്ടെത്തിയല്ലേ. അമ്മച്ചി ഇവിടെ നേരത്തെ വന്നിട്ടുണ്ടോ? നേരത്തെ വന്നിട്ടുണ്ടെന്നാണ്. എന്താന്നറിയോ, കാറി ഇരുന്നിട്ട് എനിക്ക് വഴി പറഞ്ഞു തന്നു. അമ്മച്ചി വന്നിട്ടൊന്നുമില്ല. ഇല്ലേ? ഓ അങ്ങനെ മനസ്സിലായതാണോ? അമ്മച്ചിയുടെ ഇടത്തും വലത്തും ആളായി അമ്മച്ചി പറഞ്ഞ പോലെ അല്ലേ? നോക്കി ഇറങ്ങണോട്ടാ. വീട്ടിൽ ഊണെന്നാലും നമുക്ക് ചെയ്തേക്കണ. ഞാൻ വീട്ടിൽ നിന്നല്ലേ വരാം. നമ്മ വീട്ടിൽ ഊണ് കഴിച്ച് മടുത്തില്ലേ? നമുക്കൊരു കാര്യം ചെയ്താ ഒരു ഫ്ലാറ്റിൽ ഊണ് തുടങ്ങിയാലോ? കോമഡി കോമഡി. ഇതിലെ ഇടവഴിയാം. ഇടവഴി എങ്ങനെയുണ്ട്? വഴിയൊക്കെ എങ്ങനെയുണ്ട്? കണ്ണേട്ടന്റെ കണ്ണേട്ടന്റെ കട വീട്ടിൽ ഊണ് അല്ലേ? അപ്പൊ നമ്മള് ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. കണ്ട, ചിക്കൻ ഉണ്ട്, പിന്നെ കക്ക, പൊടിക്കക്ക വാങ്ങിച്ചിട്ടുണ്ട്. താരക്കെന്താ ഒഴിക്കേണ്ടത്? എന്താണിത്? എന്ത് ചെയ്യാറാ? മീൻ ചാറ്. മീൻ ചാറ്. അമ്മച്ചിക്ക് മീൻ ചാറ് വേണോ? എന്താ വേണ്ട? ഞാൻ സാമ്പാർ വെച്ചിട്ടുണ്ട്. ബീഫ് നല്ല അടിപൊളി ബീഫാ. ബുജ്ജി പിന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കക്ക ഇട്ടെ അമ്മച്ചി. കക്ക 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 കഴിക്കാൻ പാടില്ല. ചിക്കൻ ഫ്രൈ അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. ചിക്കൻ ഫ്രൈ വേണ്ടേ? വേണ്ട വേണ്ട നമുക്ക്. എൻ്റെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ അല്ല, എൻ്റെ വീട്ടില് ചോറിന് ഇപ്പോൾ സാമ്പാറും മോരൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു തോരനുണ്ടാവും, ഒരു പപ്പടം ഉണ്ടാവും, ഒരു അച്ചാറുണ്ടാവും, അങ്ങനെ 2-3 കറികളുണ്ടാവും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു കറി ഉണ്ടാവുള്ളൂ. പരിപ്പാണെങ്കിൽ ചോറും മീൻ വറുത്തതും മാത്രം. അങ്ങനെയാണ്. പരിപ്പും ചോറും പയറും ചോറും അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു കറി ഉണ്ടാവുള്ളൂ. ഞായറാഴ്ചക്ക് വന്നാൽ 2 കറി ഉണ്ടാവുള്ളൂ. ഓണം വന്നതിന് നീ പറഞ്ഞ പോലെ കുറെ കറി ഉണ്ടാവും. ഞങ്ങളുടെ വീട്ടിൽ വന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. ഒരു കറി അല്ലേ അമ്മച്ചി? ഇത് അമ്മച്ചായിരിക്കും ചോറ് മാറ്റി വെച്ചേക്കണായിരിക്കും. ഇത് വീടല്ല, ഹോട്ടലാ. എങ്ങനെയുണ്ട് ഊണെങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടത് എന്താണ് കറി? കക്ക, സാമ്പാർ ഇഷ്ടമായി, പിന്നെ ഇത് മോര് ഇഷ്ടമായി, പച്ചമോര്. അടിപൊളിയല്ലേ? അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു.
അപ്പൊ ഞങ്ങൾ നേരെ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ് അല്ലേ അമ്മച്ചി? ആ ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടി പോകണേ. എന്തൊക്കെ വാങ്ങണം? നമുക്ക് ഒരു ഈസ്റ്ററിനനുസരിച്ച് മരണാവശ്യത്തിന് പോകുന്ന ഒരു സാരി മേടിക്കണം. സാരി പലതുണ്ടെങ്കിൽ ആ സൈസ് സാരി ഇല്ല. നിങ്ങൾ ആഗ്രഹിച്ച മാതിരി തന്നെ വളരെ സന്തോഷമുണ്ട് കേട്ടോ. എൻ്റെ സന്തോഷം നിങ്ങളുടെ സന്തോഷമല്ലേ? അതാണ് എനിക്കറിയേണ്ടത്. അമ്മച്ചിയോടൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ. ആ തവള ഇല്ലേ, തവള? തവളയില്ലല്ലോ. തവളയുടെ വായ എവിടെയാണ്? തവളയുടെ വായ നടുക്ക്. പറഞ്ഞു കൊടുത്ത്. ഇല്ല ഞാൻ എന്താ പറയാം. കാര്യം നടുക്കെന്ന് പറയാൻ കാര്യം എന്താ? നടുക്കല്ലേ? അമ്മച്ചി പറയട്ടാ. വായ നടുക്കല്ലേ? വായല്ല, താ വാ ള എഴുതുമ്പോ വാ നടുക്ക്. തവള വാ നടുക്ക് ചുറ്റിന് താവളം. എന്നാ താരം ഒരു ചോദ്യം ചോദിച്ചേ. എനിക്കിപ്പോ എന്തെങ്കിലും ചോദ്യം ചോദിക്കും. തറയ്ക്കാൻ പറ്റാത്ത ആടി എന്തുവാ? ബിരിയാണി. എനിക്ക് അത് മാത്രമേ അറിയാം. അമ്മച്ചി എന്തെങ്കിലും ചോദിച്ചേ. ആ എനിക്ക് പറയാനിന്നപ്പോ ഒന്നും കിട്ടണില്ല. പറ. പറയാൻ എളുപ്പത്തില് തെങ്ങേക്കറന്നാരാ? വേലൻ. അല്ല, പിന്നെ അരണ. അരണോ? കണ്ടാൽ സുന്ദരി തൊട്ടാൽ പോന്തല്ലേ അമ്മച്ചി? ആ പോന്ത് വരണേ. കണ്ടാൽ കണ്ടാൽ സുന്ദരി തൊട്ടാൽ ഭയങ്കരി. എന്താ പറയും? കണ്ടാൽ സുന്ദരി തൊട്ടാ ഭയങ്കരിയാ അമ്മച്ചി അല്ലേ? അത് അമ്മച്ചി ആവില്ല. തൊട്ടാ ഭയങ്കരയായില്ല. പറ, ഞാൻ തോറ്റി. തീ. തീ എന്തെങ്ങനെ? തീ കണ്ട നല്ല സുന്ദരിയല്ലേ? തൊട്ടാലോ കൈ കൊള്ളൂല. ആ എന്ന് പറയും. അത് കൊല്ലാലോ, പഠിച്ചു വെച്ചേക്കല്ലേ. അടുത്ത എന്താ? അടുത്ത പറ. അടുത്തത് പറയാണ്ട് അമ്മച്ചി നല്ല കോമഡിയാലോ പറഞ്ഞത്. അടുത്ത അമ്മച്ചി പറഞ്ഞേ. കിട്ടാത്ത ആ ആഗ്രഹിച്ചാലും കിട്ടാതെ എന്താന്ന് കിട്ടാത്തത് എന്താന്ന് അറിയാമോ? ആ നമ്മൾ ആഗ്രഹിച്ചത് പിടിച്ചാലും പിടിക്കാൻ ചെന്നാലും കിട്ടൂല. എന്താണ്? ആ രണ്ടുപേരും പറയാം. പറഞ്ഞതാരാ? എനിക്ക് അറിയില്ല പക്ഷേ. അറിയില്ല? അറിയില്ല. ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. ആരാ? ആത്മാവിനെ പിടിച്ചാലും പിടിച്ചില്ലെങ്കിൽ കിട്ടില്ല. എനിക്ക് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ആ ഡാഡി മമ്മി ആകുന്ന സ്ഥലം എവിടെയാ? ഡാഡി മമ്മിയാണ് സ്ഥലം എവിടെയാണ്? എവിടെയാ? എനിക്കറിയാറുന്നിട്ട് ഇത്. പറയൂ പറയൂ. ഡാഡി മമ്മിയാണ് അതെവിടെ? സിനിമകളിൽ ഡാഡി ഈജിപ്ത്. ഈജിപ്ത്. ആ ഈജിപ്ത്. എനിക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ആ ചോദിക്ക്. റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ. റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ എന്താ? പറയാം ചേച്ചി. നല്ലൊരു നല്ലൊരു ഞാൻ പറയാം, എനിക്കറിയാം. ആ പറയൂ. റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ ആ. ഫെഡറേഷൻ. അല്ല കോർപ്പറേഷൻ. അല്ല. പിന്നെന്താ? കോർപ്പറേഷൻ കറക്റ്റ് അല്ലേ? പറയൂ. അമ്മച്ചി പറഞ്ഞത് ഞാൻ പറഞ്ഞ കറക്റ്റാ. ഇല്ല. നീ പറ എന്നാ. എന്താണ്? നിന്നെ കാണുന്നില്ല. ഓപ്പറേഷൻ. ഏ ഓപ്പറേഷൻ. ഓപ്പറേഷൻ കോർപ്പറേഷനൊക്കെ ഒന്ന് തന്നെ. ഒന്നല്ല, ഉത്തരം ഒന്ന് തന്നെ. കൊടുത്താൽ തിരികെ ലഭിക്കാത്ത പണം ഏത്? കൊടുത്താൽ തിരികെ ലഭിക്കാത്ത പണം ഏത്? പൊൻപണം. അല്ല. പിന്നെ അമ്മച്ചിക്ക് അറിയോ? അറിയോ? എന്നത് സമർപ്പണം. സമർപ്പണം. അപ്പൊ ഞങ്ങള് വീടെത്തണ മുമ്പേ കുണ്ടന്നൂരിലേക്ക് പോകുമ്പോ ഒരു വാക്ക് വേ ഇല്ലേ, അവിടെ കാറ്റ് കൊള്ളാൻ വേണ്ടി വേണ്ട സന്ധ്യയായി. അപ്പൊ നമ്മുടെ താര ഇതൊന്നും കണ്ടിട്ടില്ല. അമ്മച്ചിയും കണ്ടിട്ടില്ല. അമ്മച്ചി ഇത് കണ്ടിട്ടില്ല. ഇത് തുടങ്ങിയ സമയത്തൊക്കെ ഭയങ്കര ക്ലിയർ ആയിരുന്നു. ഇപ്പൊ ഭയങ്കര അലങ്കോലം ഇതൊക്കെ. വാക്ക് വേ എന്ന് പറയാൻ പറ്റില്ല, ഒരു പുല്ല് പിടിച്ച മൈതാനം എന്ന് പറയാൻ പറ്റുള്ളൂ. അതെ. എങ്ങനെയുണ്ട് അമ്മച്ചി? ഇതൊക്കെ ചെത്തി ക്ലിയറായിട്ടുണ്ടല്ലോ. കണ്ണൂർ നടക്കുമ്പോൾ കാല് കൊടുക്കും. അങ്ങനെ എൻ്റെ പരിപാടി, കാല് കൊടുക്കും. താരം എന്താ പറയാനുള്ള? ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നേ. നല്ല കാറ്റൊക്കെ ഇല്ലേ? നല്ല കാറ്റുണ്ട്. കുറച്ചും കൂടി നേരത്തെ വരണ്ടായിരുന്നു അല്ലേ? അത് ഞങ്ങള് കസിൻ്റെ വീട്ടിലൊക്കെ വിരുന്നിന് പോയിച്ചാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും കാണിച്ചില്ല. അപ്പോൾ ഞങ്ങള് ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരു 4 കസിൻ്റെ വീട്ടിൽ വിരുന്നിന് പോയി. അടിപൊളിയായിരുന്നില്ലേ? അടിപൊളിയായിരുന്നു. എൻ്റെ കസിനൊക്കെ ഇപ്പം അറിയാലോ. ഇപ്പം അറിയാം. അമ്മച്ചത് ചേച്ചിയുടെ വീട്ടിൽ ആദ്യം പോയത്. അതുകൊണ്ട് ചേച്ചിയുടെ മക്കളുടെ വീട്ടിൽ പോയി. അവരൊക്കെ മനസ്സിലായോ? മനസ്സിലായി, പറഞ്ഞപ്പോ മനസ്സിലായി. ഇനി ഒന്നുകൂടി പോകുമ്പോ ഒന്നുകൂടി മനസ്സിലാവും. ഒന്നുകൂടി മനസ്സിലാവും. പച്ചയാണ് കേട്ടോ. മൊത്തം കാടും പടലേ. പണ്ട് ഇതിന്റെ ഉദ്ഘാടന ദിവസമൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു ഇത് കാണാൻ. ആണല്ലേ? ശരിക്കും ഇവിടെ എന്താ പ്രശ്നം അറിയാമോ? ഇങ്ങനെയൊക്കെ ശരിയാക്കി ഇടും. മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടി ആരും ഉണ്ടാവില്ല. അതെ അതെ. പിന്നെ ഒരു 4-5 വർഷം കൂടെ ഇവിടെ പഴയ പോലെ തന്നെ കാടാവും. പണ്ടൊക്കെ ഇവിടെ വന്നിരിക്കാൻ തന്നെ പേടിയായിരുന്നു.
പിന്നെ ഒരു കാര്യമുണ്ട് ഈ ഇവിടെ ഇരിക്കും. എന്തെങ്കിലും അഞ്ചെല്ലാം ഉണ്ടാക്കുന്ന കാര്യം പറയും എന്നിട്ട് വന്നിട്ട് ഉണ്ടാക്കും പിന്നെ ആരെ കാണില്ല അത് നല്ല വന്നിട്ട് കുഴിച്ചിടും. ഇവിടെ ഫുള്ള് വേസ്റ്റ് ആണല്ലോ. ആ ഇവിടെ ഇരിക്കാൻ തന്നെ പേടിയാണ്. ഇതിൻ്റെ അധികാരികളൊക്കെ ഒന്ന് കാണട്ടാ. ഞങ്ങളൊക്കെ ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ നോക്കുമ്പോൾ ഇങ്ങനത്തെ അതിൻ്റെ അവസ്ഥയൊക്കെ അല്ലേ. അടിപ്പിടി ആരൊക്കെ വരുമെന്ന് അറിയാൻ പറ്റില്ല. ഇത് എത്ര കോടി രൂപക്കാണ് ഇത് ചെയ്തതെന്ന് അറിയാമോ ഇതിൻ്റെ വാക്ക് വേഗ? അതിൻ്റെ മെയിൻ്റെനൻസ് ഇല്ല ഇതിന്. വെറുതെ ഒരു കടമ കഴിക്കുന്ന പോലത്തെ പരിപാടിയാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നല്ലേ, ഒന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടി വെറുതെ വന്നതാ. താരനെയും കൂടി കാണിക്കാൻ വേണ്ടി വന്നതാ. കാണിച്ചപ്പോൾ അബുദ്ധമായെന്ന് തോന്നി ഇപ്പം അല്ലേ. ഈ കാണുന്നൊക്കെ കട്ട വിരിച്ചിട്ട് എങ്ങനെയാണ്? കട്ടയൊക്കെ കാണാൻ പറ്റില്ല, പുല്ല് വളർന്നിട്ടേ. എനിക്കൊന്ന് GCD ആണെന്ന് തോന്നുന്നത് ചെയ്ത് കൊടുത്തത്. ഇങ്ങനെ ആരാണ് ഇത് ചെയ്ത് കൊടുത്തതെന്ന് അറിയാൻ പറ്റില്ല. ഇതിൻ്റെ ഓപ്പണിങ്ങിൻ്റെ അന്ന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു ഇത് കാണാനായിട്ട്. നമ്മൾ വീട് എങ്ങനെ കിടക്കണേ, വീടിൻ്റെ അകത്തൊക്കെ എങ്ങനെ കിടക്കണേ അതുപോലെ ഇരുന്നിട്ട് സ്ഥലമാണ്. ഇത് 4-5 വർഷം കൊണ്ട് ഈ അവസ്ഥയായി. അപ്പോൾ ഇങ്ങനെ പറയേണ്ടി വന്നതിൽ ഞാൻ ഖേദിക്കുന്നു. എന്താ വെച്ച് പറയാനുള്ള? ഇത് ജോലിക്കാരെ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യിക്കേണ്ടി വന്നു. ഇതുമ്പോൾ നിങ്ങൾ ചെത്തി ആളെ ബുദ്ധിമുട്ടിക്കാൻ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടോ? കാലുകൾ ഉടക്കും, ഇടുപ്പേൽ ഉടക്കും, ചുരിദാറ് വേസ്റ്റാണ്. ഭയങ്കര മണമാണ് ഇവിടെ. നമ്മുടെ തോപ്പുംപടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്മാർട്ട് സിറ്റിയാണ്. എന്നിട്ട് ആ തോപ്പുംപടിയുടെ അടുത്ത് കാണുന്ന സ്ഥലമാണ് ഇത്. ഏറ്റവും കൂടുതൽ വണ്ടികൾ സഞ്ചരിക്കുന്ന ബേക്കിൽ കുണ്ടന്നൂർ വഴിയാണ് നമ്മൾ വൈറ്റിലയിലേക്കും ആലപ്പുഴയിലേക്കൊക്കെ പോണത്. അപ്പോൾ ഇവിടെ ഒരു വാക്ക് വേ എന്നുള്ള രീതിയിൽ ഇവിടെ റെഡിയാക്കിയതാണ്. കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് ഭയങ്കര കിലോമീറ്റർ കണക്കിന് ഇത് ശരിയാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. അപ്പോൾ ഇത് ശരിയാക്കിയ ആൾക്കാരോ അല്ലെങ്കിൽ ഇതിൻ്റെ അധികാരികളോ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്യാൻ പറയട്ടാ. ഭയങ്കര ബോറാ. ഭരണം കിട്ടിയിട്ട് മാത്രം കാര്യമില്ല, അത് നന്നായിട്ട് വിനിയോഗിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.